ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ലൂപ്സ് എന്നതാണ് നമ്മൾ നോക്കുന്നത്. അതിൽ തന്നെ ഫോർ ലൂപ്പിനെ പറ്റി വിശദമായിട്ട് പഠിക്കും. എനിക്ക് 1 തൊട്ട് 5 വരെയുള്ള നമ്പേഴ്സ് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യാം? ആദ്യം പ്രിൻ്റ് 1 എഴുതാം, അത് കഴിഞ്ഞ് പ്രിൻ്റ് 2 എഴുതാം. ഇങ്ങനെ 5 പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുത്താൽ മതി. കണ്ടോ, റൺ ചെയ്തപ്പോൾ 1 2 3 4 5 എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് 1 തൊട്ട് 1000 വരെയുള്ള നമ്പേഴ്സ് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ ഈ രീതിക്കാണെങ്കിൽ 1000 പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റുകൾ എഴുതി കൊടുക്കേണ്ടി വരും. അത് വളരെ ബുദ്ധിമുട്ടാണല്ലേ? അങ്ങനെയാണെങ്കിൽ വേറൊരു ഐഡിയയുണ്ട്. ഒരു പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ട് ഇതിനെ തന്നെ 1000 തവണ റൺ ചെയ്താൽ മതിയല്ലോ. ഇതുപോലെ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റുകളെയോ റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ലൂപ്പ് ഉപയോഗിക്കുന്നത്. ലൂപ്പ് തന്നെ പല രീതിയിലുണ്ട്. ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ് എന്നൊക്കെ പറഞ്ഞ്. ഈ വീഡിയോയിൽ നമ്മൾ ഫോർ ലൂപ്പിനെ പറ്റിയാണ് നോക്കുന്നത്. 1 തൊട്ട് 1000 വരെ പ്രിൻ്റ് ചെയ്യാനുള്ള ഫോർ ലൂപ്പ് ഉപയോഗിച്ചുള്ള കോഡാണ് ഞാനിപ്പോൾ എഴുതുന്നത്. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, 1 2 3 4 അങ്ങനെ 1000 വരെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. 4 എന്ന് പറയുന്നത് ഒരു കീവേഡാണ്. അതെപ്പോഴും അങ്ങനെ തന്നെയാണ് എഴുതുക. ഇവിടെ ഐ എന്ന് പറഞ്ഞ് നമ്മളൊരു വേരിയബിൾ എഴുതിയിട്ടുണ്ട്. അതിന് പകരം നമുക്ക് ഇഷ്ടമുള്ള വേരിയബിൾ നെയിം കൊടുക്കാം. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് സാധാരണ പോലെ തന്നെ ഒരു വേരിയബിൾ ഉണ്ടാകുന്നു. അതിൽ റേഞ്ച് എത്രയാണ്? 1ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഐയുടെ വാല്യൂ ആദ്യം 1 ആകുന്നു. എന്നിട്ട് അടുത്ത സെൻറ്റൻസിലോട്ട് പോകുന്നു. പ്രിൻ്റ് ഐ, അതായത് 1 പ്രിൻ്റ് ചെയ്തു. ഇനി ഇതൊരു ലൂപ്പാണല്ലോ, അപ്പോൾ വീണ്ടും ആദ്യത്തെ സെൻറ്റൻസിലേക്ക് പോകുന്നു. ഫോർ ഐ ഇൻ റേഞ്ച് 1 കഴിഞ്ഞാൽ അടുത്തത് ഏത് നമ്പറാണ്? ഐയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്യുന്നു. ഇൻക്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ കൂടുക എന്നാണ് അർത്ഥം. 1 വെച്ചാണ് കൂടുന്നത്. അപ്പോൾ ഐയുടെ വാല്യൂ ഇപ്പോൾ എന്തായി? 2 ആയി മാറി. പ്രിൻ്റ് ഐ എന്ന് പറയുമ്പോൾ 2 പ്രിൻ്റ് ആവുന്നു. ഐയുടെ വാല്യൂ 1 കൂടുന്നു, അതായത് ഐയുടെ വാല്യൂ ഇപ്പോൾ എന്താകുന്നു? 3 ആകുന്നു. പ്രിൻ്റ് ഐ എന്ന് പറയുമ്പോൾ 3 പ്രിൻ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഇത് ലൂപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കും. പൈതണിൽ നമ്മൾ റേഞ്ചിനകത്ത് നമ്പേഴ്സ് എഴുതുമ്പോൾ ആദ്യം എഴുതുന്ന നമ്പർ, അതായത് ഇവിടെ 1, അത് തൊട്ടാണ് ലൂപ്പ് തുടങ്ങുന്നത്. അവസാനം എഴുതുന്ന നമ്പർ -1 വരെയാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുക. അതായത് 1001 വരെയല്ല, 1000 വരെയാണ് ഐയുടെ വാല്യൂ പോകുക. ഇപ്പോൾ നമ്മൾ ചെയ്തതനുസരിച്ച് 1 2 3 4 താഴെയാണ് വരുന്നത്. അതിന് നേരെ വരുത്തണമെങ്കിൽ നമ്മൾ പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ എൻഡ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് ഒരു കോഡ്സ് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഒന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, എനിക്ക് 1 മുതൽ 15 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയറുകളാണ് പ്രിൻ്റ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതാം? ഫോർ ഐ ഇൻ റേഞ്ച് 1 to 15 വരെയുള്ളത് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ 16 ആണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. ആദ്യം ഐയുടെ വാല്യൂ എന്താകും? 1 ആകും. അപ്പോൾ 1ൻ്റെ സ്ക്വയറാണ് പ്രിൻ്റ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് ഐയുടെ വാല്യൂ എന്താകും? 2 ആകും. അപ്പോൾ 2ൻ്റെ സ്ക്വയറാണ് പ്രിൻ്റ് ചെയ്യേണ്ടത്. അതായത് ഐയുടെ വാല്യൂ എന്താണോ അതിൻ്റെ സ്ക്വയറാണ് പ്രിൻ്റ് ചെയ്യേണ്ടത്. അതിന് ഐ സ്റ്റാർ ഐ എന്ന് കൊടുത്താൽ മതിയല്ലോ. ഐ ഇൻറ്റു ഐ. സ്ക്വയേഴ്സ് എല്ലാം വന്നിട്ടുണ്ട്, പക്ഷെ നമ്പറുകൾ തീരെ അടുത്ത് പോയത് കാരണം നമുക്ക് ഒന്നും വ്യക്തമായിട്ട് മനസ്സിലാകുന്നില്ല. അതിന് ഈ എൻഡ് കഴിഞ്ഞിട്ട് കോഡ്സ് ഇട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലൊരു സ്പേസ് ഇട്ടാൽ മതി. നോക്കിക്കേ, 1 4 9 16 അങ്ങനെ ഓരോന്നിൻ്റെ സ്ക്വയറുകൾ കിട്ടിയിട്ടുണ്ട്. ഇനി എനിക്ക് 10 പ്രാവശ്യം ഹലോ എന്ന് പ്രിൻ്റ് ചെയ്യണം. അതെങ്ങനെ ചെയ്യാം? ഫോർ ഐ ഇൻ റേഞ്ച് 1 to 11 പ്രിൻ്റ് ഹലോ. ഇവിടെ പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് ഐ വരുന്നില്ല, കാരണം നമുക്ക് ഹലോ എന്ന് തന്നെയാണ് എല്ലാ തവണയും പ്രിൻ്റ് ചെയ്യേണ്ടത്, അല്ലാതെ 1 2 3 4 സ്ക്വയറോ ഒന്നുമല്ല. ഇപ്പോൾ ഒന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഇങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും റിപ്പീറ്റഡ് ആയിട്ട് പ്രിൻ്റ് ചെയ്യാൻ പറ്റും. ഇനി എനിക്ക് 1 തൊട്ട് 100 വരെയുള്ള നമ്പേഴ്സിൽ പ്രിൻ്റ് ചെയ്യേണ്ടത് 1 3 5 7 അങ്ങനെ ഒന്നിടവിട്ടാണെങ്കിൽ പ്രിൻ്റ് 1 to 100 വരെയല്ലേ, അപ്പോൾ 101 എന്ന് കൊടുക്കുക. ഒന്നിടവിട്ട് ചെയ്യാനായിട്ട്
2 എന്ന് കൊടുക്കുക. കണ്ടോ? ഇങ്ങനെ നമ്മൾ കൊടുത്ത നമ്പറിനെയാണ് സാധാരണ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതായത് ഉദാഹരണത്തിന് 7, 8, 9. 7 പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 1, 2. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഏതാണ് കിട്ടിയത്? 9. അപ്പോൾ 9 ആണ് പ്രിൻ്റ് ചെയ്യേണ്ടത്. ഇനി 9 കഴിഞ്ഞാൽ പിന്നെ 1, 2. അതായത് 11 ആണ് പ്രിൻ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് 7 കഴിഞ്ഞ് പിന്നെ 10 കഴിഞ്ഞ് പിന്നെ 13 ആണ് പ്രിൻ്റ് ചെയ്യേണ്ടതെങ്കിലോ? അതായത് 7 കഴിഞ്ഞിട്ട് പിന്നെ 1, 2, 3. മൂന്നാമത്തെ നമ്പറാണ് പ്രിൻ്റ് ചെയ്തത്. 10 കഴിഞ്ഞിട്ടോ 1, 2, 3. മൂന്നാമത്തെ നമ്പർ. അപ്പോൾ നമ്മളിവിടെ സ്റ്റെപ്പ് എത്രയാക്കി കൊടുക്കണം? 3 ആക്കി കൊടുക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ റെക്കമെൻഡ് ചെയ്യണം. കൂടാതെ എൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് വീഡിയോസ് കൂടെ കാണാൻ മറക്കല്ലേ.